ദൈവരാജ്യ വയലിലേക്ക് ക്രൂശിതന്റെ സ്വർഗീയ സ്വരം ശ്രവിച്ച് യാത്രയാകുന്ന ജീവിതങ്ങൾ. അനേകരുടെ കണ്ണീരണിഞ്ഞ ജീവിതയാത്രകളിൽ സ്വാന്തനമേകുന്ന സഹയാത്രികർ. അതെ, ഇവരാണ് ഈ കാലഘട്ടത്തിൻ്റെ സ്പന്ദനമറിയുന്ന പുരോഹിതർ. ഇത് കൊച്ചി രൂപതയിലെ സാന്താക്രൂസ് ബസിലിക്കയിലെ അസിസ്റ്റന്റ് വികാരിയും ആശ്രയ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറും പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റലിലെ സൈക്കോ ട്രോമ കെയർ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഫാദർ ചിൽട്ടൺ ജോർജ് ഫെർണാണ്ടസ്. മാനസികമായി ഏറെ സങ്കീർണതകൾ അനുഭവിക്കുന്നവർക്കായി ചികിത്സയോടൊപ്പം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്നേഹവും ഉൾച്ചേർത്തു നൽകുന്ന ചിൽട്ടനച്ചൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹവും ശുശ്രൂഷ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. ലോകത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളോട് നോ പറഞ്ഞ് ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഒരുപാട് ആനന്ദങ്ങളോട് യെസ് പറഞ്ഞ് ഈ ലോകത്ത് അനേകം മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന സമർപ്പിത ജീവിതങ്ങൾ. ഇത്തരം സമർപ്പിത ജീവിതങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചിൽട്ടൺ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഈ എപ്പിസോഡിലും തുടരുകയാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വിളിയെപ്പറ്റിയും അച്ഛൻ്റെ ഇൻഡോർ അനുഭവത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പം ഈ ഒരു എപ്പിസോഡിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛനായിരിക്കുന്ന ഒരു മേഖലയെപ്പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്കോളജി എന്ന മേഖല പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പിതാവ് ഏൽപ്പിച്ചതാണ്. പിതാവ് ഏൽപ്പിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛന് ഈ മേഖലയോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിതാവ് ഏൽപ്പിച്ചതും അച്ഛന് എങ്ങനെയാണ് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കൊള്ളാം. നമ്മൾ ഏൽപ്പിക്കപ്പെടുന്നതും നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈദികനായ ഡയക്കണേറ്റിൽ തന്നെ ഈ കോഴ്സ് ആരംഭിച്ചു. ഡയക്കണേറ്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് ഓർഡിനേഷൻ. അപ്പോഴും ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള സമയം എന്നെ സംബന്ധിച്ചൊരു ഹണിമൂൺ ടൈമാണ്. കാരണം യേശു അനുഭവം, ജീവിക്കുന്ന അനുഭവം അത് പകർന്നു നൽകുന്നു. അപ്പോൾ സെമിനാരി 7 വർഷം വെറുതെ ഇങ്ങനെ മിന്നൽ പോലെ കടന്നുപോയി. ഇപ്പോൾ നിൽക്കുന്നത് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചേക്കണേണ്, സൈക്കോളജി. നമ്മൾ പഠിക്കാൻ തുടങ്ങണമല്ലേ. അപ്പോൾ അവിടുത്തെ കോളേജിന് ടൈമിംഗ് എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഇതുവരെയും ഒരു പ്രൊട്ടക്റ്റഡ് എൻവയറമെൻറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരികയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ സംഭവം ക്ലാസ്സിൽ ഒബ്സർവേഷനാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അവിടെ നടക്കുന്ന മൂവ്മെൻറ്റ്സൊക്കെ എഴുതി റിപ്പോർട്ടായിട്ട് കൊണ്ടുവന്നെ. ഞാൻ ചോദിച്ചു, സൈക്കോളജി പഠിക്കണം ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം, വേറെ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കണം. അപ്പോൾ വിദേശത്തുള്ള പഠനമാണ്. അപ്പോൾ എനിക്ക് ചിരിയായി, ഇത് എന്താണോ സംഭവം. അപ്പോൾ നമ്മുടെ ഒരു ടൈം ടേബിൾ തെറ്റാൻ തുടങ്ങി, ഓർഡർ തെറ്റാൻ തുടങ്ങി. ഈ ഒരു ഹണിമൂൺ, ഒരു വിവാഹം പോലെ നമുക്ക് നമ്മുടെ ദൈവവിളിയെ കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം നല്ല കൊഴുപ്പിച്ച് ഭംഗിയായിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഷൂ എന്നും പറഞ്ഞ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു അപ്പുറത്തെ സ്ഥലത്തേക്ക് ഇട്ടേക്കണേ. സമയഘടനകൾ, പ്രാർത്ഥനാ സമയങ്ങൾ, അല്ലെങ്കിൽ ഫുൾ ഡേ ക്ലിനിക്കിൽ, ഇല്ലെങ്കിൽ ചില സമയത്ത് കൊക്കൈൻ അഡിക്റ്റ് ആയിട്ടുള്ളവരുടെ 6 മാസം പ്രശ്നങ്ങൾ മാത്രം കേൾക്കുന്നുള്ളൂ. എന്താ ഉത്തരം? മരുന്ന് കൊടുക്കാം. ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റുമോ? അവർ ചോദിക്കും, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കും. ദൈവം എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത എല്ലാ ചോദ്യങ്ങളും വീണ്ടും വരികയാണ്. അത് ഞാൻ യാത്ര ഇവിടെ തുടങ്ങി നേരെ ഗ്രൗണ്ട് സീറോയിലേക്കാണ് സൈക്കോളജി ആയിട്ട് പോകണം. ഞാൻ വിചാരിച്ചു, ദൈവം എന്താണിത്? അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹണിമൂൺ പീരീഡിനെക്കാട്ടി കൂടുതൽ എനിക്കും മനുഷ്യർക്കും സഹായം നൽകിയത് എൻ്റെ അപ്പോഴുള്ള ഒരു സഫറിങ്ങാണ്. സൈക്കോളജിക്കലി ഇഷ്യൂസ് ഇതാക്കുന്നു. ഞാൻ ഹാൻഡിൽ ചെയ്യാത്തതും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ ഇതൊന്നും എൻ്റെ ഫോർമേഷനിലില്ല. അവിടെ ഒരു ലവ് സ്റ്റോറി പോലെ ഞങ്ങൾ പ്രാർത്ഥനയും പ്രവർത്തനവും. ഇവിടെ സൈക്കോളജി തുടങ്ങുമ്പോൾ ഓർഡർ തെറ്റി ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിലെല്ലാം പോകണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് സംതിങ് മോർ. ഞാൻ വിചാരിക്കണ പോലെ അല്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിസ്സാരമല്ല.
പത്രം എല്ലാ ദിവസം വായിക്കണം, അത്യാവശ്യം ചുറ്റുവട്ടം നടക്കണ കാര്യം അറിയണം. ഇത് തീർക്കാൻ പറ്റാവുന്ന പഠനമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒഴുക്കിലേക്ക് ലോകത്തിലേക്ക് കയറാൻ പണിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, കാൾ റാണ്ടറൊക്കെ പറഞ്ഞ പോലെ ഹിയറേഴ്സ് ഓഫ് ദ വേൾഡ്, ലിസണേഴ്സ് ഓഫ് ദ വേൾഡ്, മൈ ഗാഡ്. അങ്ങനെ ഇത് എനിക്ക് പറ്റണം. എനിക്കിഷ്ടം ആരാധന നയിക്കാനായിരുന്നു, പ്രസംഗിക്കാൻ, കുട്ടികളോട് കളിക്കാൻ, ധ്യാനം സംഘടിപ്പിക്കാൻ. അവിടെ നിന്ന് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ എത്തുന്നു. അങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞപ്പം ഒരു 2 കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, ഇങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഇത്രമാത്രം പ്രശ്നമുള്ളതാണോ മനുഷ്യന്റെ മനസ്സ്? അച്ഛൻ ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, യുവാക്കളെ കണ്ടിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അച്ഛൻ മനുഷ്യന്റെ മനസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? പ്രോബ്ലം ഇസ് നോട്ട് ദ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, ദൈവവചനം എനിക്കിഷ്ടം കാരിത്താസ് ക്രിസ്തി ഊർജിത്മേ എന്നാണ്. അതായത് കർത്താവിൻ്റെ സ്നേഹമാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്, ധൈര്യം നൽകുന്നത്, ഇറങ്ങാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ സൈഡിൽ എഴുതണം പ്രോബ്ലം ഇസ് നോട്ട് ദ പ്രോബ്ലം. അതായത് സൈക്കോളജി ഇതുവരെ നോക്കിയിരുന്നത് ഒരു ലാബ് പോലെയാണ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം, ഡയഗ്നോസ് ചെയ്യുക. അതിൽ നിന്നിലുള്ള സാധ്യതകളെ സൈക്കോളജി നോക്കിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ പഠിച്ചു വന്നതും അതായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മുന്നിലിരിക്കുക, ടെസ്റ്റ് അടിക്കുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറയുന്നില്ല, ഡയഗ്നോസ് ചെയ്യുക. ഇവന് ഡിപ്രഷൻ ഇത്ര ഉണ്ട്, 10%, സ്ട്രെസ്സ് അത് ഇരിക്കട്ടെ 12, മറ്റേ ആൾക്ക് ഇത്ര. അപ്പോൾ ക്ലാസിഫൈ ചെയ്ത് മാറ്റി അവിടെ നിർത്തുക. അപ്പോൾ ഐ നീഡഡ് സംതിങ് മോർ. കാരണം മനുഷ്യൻ ഇതിലും ഉപരിയാണ്, പ്രോബ്ലത്തിലും ഉപരിയാണ് അവനിലുള്ള ഇന്നർ എനർജി, ക്രിയേറ്റിവിറ്റി, ഒറ്റ നിമിഷം കൊണ്ട് മാറാവുന്ന ഇത്. പിന്നെ എനിക്കുണ്ടായ ദൈവാനുഭവം. അപ്പോൾ ഇതൊക്കെ ഇവിടെ സൈക്കോളജിയിൽ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഐ നീഡഡ് എ ന്യൂ മോഡൽ. അപ്പോഴാണ് പിന്നീട് ഞങ്ങളുടെ ഫൈനൽ സമയത്തൊക്കെ ആകുമ്പോൾ പോസിറ്റീവ് സൈക്കോളജിയൊക്കെ വരണത്. ലുക്ക് ടു ദ സ്ട്രെങ്ത് ഓഫ് ദ പേഴ്സൺ. നിൻ്റെ മുന്നിലിരിക്കുന്ന ആൾ കുറേ സ്ട്രെങ്ത് ആയിട്ടാണ് വരണത്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് അവിടെ തൊട്ടാണ്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റായിട്ടാണ് ട്രെയിൻ ചെയ്യണത് റോമിൽ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അതാണ്, സൈക്കോ അനാലിസിസ്. ഫ്രോയിഡിൻ്റേതാണ്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്സ്. നമ്മളിങ്ങനെ ആകാൻ കാരണം ഡിഫെൻസ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുനാളിൽ നീ എന്ത് സ്വീകരിച്ചു അതാണ് നീ പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിലുപരിയായിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന കെവിന് ഒത്തിരി സാധ്യതകളുള്ള ആളാണ്. ആൻഡ് ഹി ഹാസ് ഗോട്ട് സംതിങ് യുണീക്ക്. ആ യുണീക്സിറ്റിനെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരിക, അവർ സ്ട്രെങ്ത് ബേസ്ഡ് തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് എ മിറക്കിൾ. ഞാൻ നോക്കി എൻ്റെ ലൈഫിൽ നോക്കിയപ്പോൾ അതാണ്. ഞാൻ ആ കൂട്ടുകാരനെ കാണുമ്പോൾ ഐ എം ലുക്കിംഗ് സംതിങ് ഗുഡ് ആൻഡ് ഈസ് ടെല്ലിങ് മീ യു ഹാവ് സംതിങ് ഗുഡ്. അതിന് ഞാൻ കൂടുതൽ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ബിക്കെയിം സോ ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് അയാളിലൊക്കെ ഒത്തിരി നന്മകളുണ്ട്, ഒത്തിരി കഴിവുകളുണ്ട്, സാധ്യതകളുണ്ടെന്നാണ്. നമ്മൾ ഇമോഷണലി വീക്ക് ആകുമ്പോഴും മെന്റലി സ്ട്രെസ്ഫുൾ ആകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും. അത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് കൂടെയുള്ളതാന്ന് തോന്നുന്നു അച്ഛൻ്റെ. അപ്പോൾ ക്ലിനിക്കിൽ എന്താ വിചാരിക്കണം, ഞാൻ പറയും ഞാനും താനും വ്യത്യാസം ഇത്രേ ഉള്ളൂ. എനിക്ക് തൻ്റെ അത്രയും സ്ട്രെസ് വന്നിട്ടില്ല. എനിക്ക് വരുമ്പോൾ അറിയാം ഞാൻ എങ്ങനെയായിരിക്കും മറുപടി പറയണത്. തനിക്കൊരു 14% സ്ട്രെസ് ഇപ്പോൾ ഉള്ളത്, ഞാൻ 10 നിൽക്കണേണ്. ഓക്കെ അച്ഛാ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സൈക്കോളജിസ്റ്റ് ആണ് ഒരു അൽമായന് സാധിക്കും, ആൻഡ് യു ആർ എ പ്രീസ്റ്റ്. യെസ്. എന്താണ് വ്യത്യാസം? അച്ഛൻ ഒരു വൈദികനായ സൈക്കോളജിസ്റ്റ് ആണ്, എന്താണ് വ്യത്യാസം? ഒന്ന്, ഞാൻ തുടക്കം തൊട്ട് ആരംഭിച്ചതാണ് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ നോക്കിയിട്ട് എനിക്ക് പള്ളി പോലും കിട്ടിയത് ഈ ഇടക്കാണ്, പ്രസംഗിക്കാൻ പോലും ചാൻസ് കിട്ടിയേക്കണ ഈ ഇടക്കാണ്. അല്ലെങ്കിൽ കൂടുതൽ സമയം പഠനവും ക്ലിനിക്കുമാണ്. പിന്നെ ഞാൻ ഈ പ്രസംഗിക്കണമെല്ലാം നമ്മുടെ ആൾക്കാരുടെ അടുത്തല്ലേ. പക്ഷേ എൻ്റെ ക്ലിനിക്കിൽ അവിശ്വാസിയായിട്ടുള്ള ആൾ, മറ്റ് മതസ്ഥര ആൾക്കാർ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ, ഹോമോസെക്ഷൽ ഇഷ്യൂസ് ഉള്ളവർ, ലെസ്ബിയൻസ് ആയിട്ടുള്ളവർ, അവർ വരികയാണ്, സംസാരിക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക്? ഇല്ല ഫാദർ സൈക്കോളജിസ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, സൈക്കോളജിസ്റ്റ് വേറെ ഉണ്ടല്ലോ, ചോദ്യം ചോദിച്ചില്ലേ. പക്ഷെ എൻ്റെ അടുത്ത് തന്നെ എന്താ ഇവർ വരുന്നത്? ഇങ്ങനെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത്. ഫാദറിൽ എന്തോ ഉണ്ടാവണം, ദൈവത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ വേറെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലെ, എറണാകുളത്ത് സൈക്കോളജിസ്റ്റിന് കുറവില്ല എവിടെയുള്ള.
അപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നു അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്, ഇവിടെ ഉള്ളവർ അവിടെ പോകും, അവിടെ ഉള്ളവർ ഇവിടെ വരും. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ളതുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചാൽ എന്തിന് ഇത്രയും ദൂരം വന്നത്? അപ്പോൾ പറഞ്ഞു ഈ വിഷയം പർട്ടിക്കുലറാണ്, ഫാദർ കേൾക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവം എങ്ങനെ ഒരാളെ ശ്രവിക്കും അല്ലേ? ആ പ്രൊഡിഗൽ സണ്ണിൽ അവിടെ വല്ല സംസാരം ഉണ്ടാ? നമ്മൾ കൊച്ചി ഭാഷ വാളിയാന്ന് പറഞ്ഞിട്ട് നേരെ ഭക്ഷണമേശയിലേക്കാണ് പോകണം. ഒരു ബാലൻസ് ഷീറ്റാ, കണക്ക് ചോദിക്കലാ, എല്ലാം ഉണ്ടാ? ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിസ്റ്റ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്നെ വ്യത്യസ്തമാക്കുന്നത് ദാറ്റ് ഐ ജസ്റ്റ് വെൽക്കം ദം ആസ് ദേ ആർ. കാരണം ഞാൻ ആരാണ് അയാളെ വിലയിരുത്താൻ അല്ലേ? ഞാൻ ടെസ്റ്റുകൾ പോലും ആ വ്യക്തിയായിട്ട് ചെയ്യില്ല. ഞാൻ പറയും ടെസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ബട്ട് ലെറ്റ്സ് ലുക്ക് വാട്ട് യു ഹാവ്. ഞാൻ പറയും നിങ്ങളുടെ ധൈര്യം, നിങ്ങളിങ്ങനെ ഒരു സമൂഹം നിങ്ങളെ മാറ്റി നിർത്തുന്നു, നിങ്ങളിങ്ങനെ ഒരു ഇന്നർ ബുദ്ധിമുട്ടിലൂടെ കടന്നു, നിങ്ങളൊരു അച്ഛനെ സെലക്ട് ചെയ്തു, നിങ്ങളുടെ ധൈര്യം അപാരമല്ലേ? നിങ്ങളൊരു വൈദ്യ, അതും കത്തോലിക്ക വൈദികനെ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പറയും ഐ റെസ്പെക്റ്റ് യു. അവർ പറയും ഫാദർ താങ്ക് യു. ഞാൻ പറഞ്ഞു ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. നമുക്കൊരു അവരെ കംഫർട്ട് ആക്കുക, അവരെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുക. അച്ഛൻ പറഞ്ഞെടുത്ത് തന്നെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു, ഒരുപാട് സ്വവർഗ ലൈംഗികത ആ വിഷയമായിട്ട് ഹോമോസെക്ഷൽ ആയ ആൾക്കാർ, LGBT കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, എങ്ങനെയാണ് അച്ഛൻ ഇവരെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവരെ നോക്കിക്കാണേണ്ടത്? കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആൾക്കാർ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇവരെ നോക്കിക്കാണേണ്ടത്? അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ? ഓക്കെ. അപ്പോൾ സഭയ്ക്കൊരു നിലപാടുണ്ട് സത്യത്തിൽ നിൽക്കാൻ അല്ലേ? യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ആ സത്യത്തിലേക്ക് എത്രമാത്രം എനിക്ക് അടുപ്പിക്കാൻ സാധിക്കും? അവരുടെ വേദന ആർക്കാ മനസ്സിലാവുന്നത്? അവരെപ്പോലെയുള്ള ഒരാൾക്കാർക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അവർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, അതൊരു വൈദികനായതിൽ അവർ കൈപിടിച്ച് തന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞ് ഫാദർ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല കത്തോലിക്ക വൈദികർ ഇത്രയും അടുത്ത് ഞങ്ങളെ മനസ്സിലാക്കുമെന്ന്. അവരുടെ ഒരു എറണാകുളത്ത് ഒരു ചെറിയ മീറ്റിങ്ങിൽ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ സഭാവസ്ത്രം എപ്പോഴും ഇട്ടിട്ട് വേണം കൗൺസിലിംഗ് ചെയ്യണമെന്ന് എൻ്റെ നിർബന്ധം പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ രൂപതൊക്കെ പുറത്തുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു ജുബ്ബയിട്ടാണ് പോയേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വരുമ്പോൾ ജുബ്ബയാണ് ഇടുന്നത്, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ. ഇല്ല ഫാദർ, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കൂ, ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അത് എൻ്റെ കണ്ണും ഇതൊക്കെ ഷോക്കായി പോയി. ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു? എനിക്കിഷ്ടമുള്ള എൻ്റെ പള്ളിയിൽ വരുന്നവരെ മാത്രം കാണുന്നു. എനിക്കറിയാം വേറെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ സൈക്കോളജിസ്റ്റായിട്ടും അവർ വിളിച്ചിട്ട് ആദ്യം കൈയാണ് കൊടുത്തത്, അത് അവർ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഐ ഹോൾഡ് യു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച, സഭയുടെ ഭാഗത്തുനിന്ന് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഹീലിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഒരു 6 പേരുണ്ടായിരുന്നവർ. ആൻഡ് ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. എനിക്ക് തോന്നുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് വൈദികനായതുകൊണ്ടും ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റി. എന്താണ് കേൾക്കാൻ സാധിച്ചു, അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്കറിയാം, സൈക്കോളജിക്കലി എന്ത് പ്രൊസീജിയറിലൂടെ അവർ കടന്നു പോകുന്ന, ആൻഡ് ഹീലിംഗ്. ആ പോയിന്റാണ്. അതായത് ഒരു സാധാരണ സൈക്കോളജിസ്റ്റിന് കൊടുക്കാവുന്നത് ഈ കേൾക്കാവുന്നൊരു മനസ്സാണ്, പക്ഷെ ആ ഹീലിംഗ് കൊടുക്കാൻ സാധിച്ചത് യേശുവിൻ്റെ പേരിൽ. ഉറപ്പായിട്ടും ഒരു വൈദികനാകുന്നു എന്നുള്ളതിൻ്റെ ഭംഗിയൊക്കെ അവിടെയുണ്ട്. കാരണം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി എന്ന് പറയണം, മനുഷ്യർന്ന് പോലുമില്ല. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അനേകം മനുഷ്യർക്ക് തങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണമായ ഏറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ ഈ വൈദികന്റെ ജീവിതത്തെ ദൈവം ഉപകരണമാക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള ശുശ്രൂഷ ആരും കേൾക്കാനില്ലാത്തവർക്കും ആരും മനസ്സിലാക്കാനില്ലാത്തവർക്കും ഈ വൈദികന്റെ സേവനം ഏറെ ഫലദായകമാകുന്നു. അച്ഛൻ്റെ ഈ മേഖലയിൽ അച്ഛൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കൂദാശകളോട് ചേർന്ന് നിൽക്കുന്ന വൈദിക ജീവിതം എത്രമാത്രം വിശുദ്ധ കുർബാന, ആരാധന, കൂദാശകൾ ഈ ഒരു മേഖലയിൽ അച്ഛന് സഹായമാകുന്നുണ്ട്, ബലമാകുന്നുണ്ട്?
ഓക്കെ, ഞാൻ തുടക്കമേ പറഞ്ഞത് എനിക്ക് ആരാധനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ആണ് ഏറ്റവും ഒരു ബ്ലെസ്സഡ്, ഒരു ചാർജിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. കുർബാന അർപ്പിക്കുമ്പോൾ ഈ കഥകളും ഈ വ്യക്തികളും എല്ലാമാണ് ആ കാസയിലും പീലാസയിലേക്ക് എനിക്ക് വരുന്നത്. വേറെ നീണ്ട പ്രാർത്ഥനകൾ എനിക്കറിയില്ല, കാരണം ഇത്രയധികം സംഭവങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ എല്ലാം ഞാൻ നോക്കുന്ന പ്രോബ്ലത്തിലേക്കല്ല. അവിടെ ദൈവം തരുന്ന ഒരു ശക്തി ഇതാണ്: ഇവർ നിൻ്റെ കൂടെ ഉണ്ട്, ഇവർക്ക് അപ്പം നൽകാനാണ്. അത് എങ്ങനെയൊക്കെ എനിക്ക് നൽകാൻ പറ്റും? അപ്പോൾ എൻ്റെ അനുദിനമുള്ള ആ ഒരു ജീവിത വിശദീകരണം. പക്ഷെ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാ തവണയും പരീക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഒരു ഹണിമൂൺ ടൈം ഉണ്ടായിരുന്നു, ഒരു ചലഞ്ചിങ് ടൈം ഉണ്ടായിരുന്നു. സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചലഞ്ചിങ് ആയിരുന്നു എല്ലാ മേഖലയിലും. പോവേർട്ടി, ചാസ്റ്റിറ്റി, ഒബീഡിയൻസ്, ഇതിലെല്ലായിടത്തും പല തവണകൾ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ എനിക്കിന്ന് പറയാൻ സാധിക്കും, ആ വേദനകളിലൂടെ, കൺഫ്യൂഷനിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം എന്നെ താങ്ങി. അപ്പോൾ സൈക്കോളജിക്കും പറ്റാത്ത അപ്പുറത്തേക്ക് ഒരു താങ്ങുണ്ട്. അപ്പോൾ അതും എനിക്ക് കൊടുക്കാൻ സാധിക്കണം, ആ താങ്ങ്. അതുകൊണ്ട് ആശ്രയം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചപ്പോൾ ഞാനൊരു കൈകളെ വെച്ച താങ്ങാൻ, നിന്നെ ഹോൾഡ് ചെയ്യാൻ കൈകൾ. അപ്പോൾ അതാണ് എനിക്കുള്ള ഒരു ഫീല്. എനിക്കിപ്പോഴും പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള വൈദികരാകാം, ചേരാൻ പോകുന്നവരാകാം, ഭയപ്പെടേണ്ട, ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. പക്ഷേ ബി ഓണസ്റ്റ്, ബി ട്രൂ ടു യുവർ സെൽഫ്. നല്ലൊരു കുമ്പസാരൻ ഉണ്ടായിരിക്കുക. ഇപ്പം ഞാൻ എടുക്കുന്ന എല്ലാ ബുധനാഴ്ചകളും ഒരു ഓഫാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാൻ, എൻ്റെ ഫാമിലിയുടെ ചിലവഴിക്കാൻ, കുമ്പസാരിക്കാൻ പോകാൻ വേണ്ടി ബുധനാഴ്ചകൾ. അപ്പോൾ കീപ്പ് ഇറ്റ്. ബെൻഡിക്റ്റ് പറഞ്ഞില്ലേ, ഓർഡറും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെ വേണമെങ്കിലും പോവാം, അതേപടി തിരിച്ചു വരാം. അങ്ങനെ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുമ്പം ഒരുപാട് അനുഭവങ്ങൾ അച്ഛനുണ്ടായിട്ടുണ്ട്. ഒരുപാട് അച്ഛനെ കേൾക്കുന്ന ഒരുപാട് മനുഷ്യരോട് പങ്കുവെക്കാണെന്ന് അച്ഛന് തോന്നുന്ന 1-2 അനുഭവങ്ങളുണ്ടോ? 2 വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, എൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ നാട്ടിൽ വന്നത്, പെട്ടെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിക്കുകയാണ്. ഗേൾസ് സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറയുകയാണ്, 10th എക്സാം നടക്കുകയാണ്. അപ്പോൾ തലേദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കുട്ടി ഭയങ്കര ഷോക്കിലാണ്. അപ്പോൾ ഞാൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് ഈ എർത്ത് ക്വിക്കായിട്ട് ബന്ധപ്പെട്ട് ഈ റീസെൻ്റ് ഇവൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയും. പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്ന് നമ്മൾ ഫ്രോസൺ ആയി പോയാൽ, നമ്മൾ സ്റ്റക്കായി പോയാൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പാനിക് അറ്റാക്സ് എന്ന് പറയും, ഒന്നും ചെയ്യാൻ പറ്റാതെ. ഒരു പട്ടി വന്നു, ഓടാനും പറ്റണില്ല, അതിനെ കല്ലെറിയാനും പറ്റണില്ല, ബോധം കെട്ട് വീഴണമില്ല. എന്ത് ചെയ്യും? ബോധം കെട്ട് വീണാൽ പോലും പട്ടി ഒന്നും ചെയ്യില്ല, അല്ലേ? ആനിമൽസ് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ സ്റ്റക്കായി പോവാണ്. അപ്പോൾ അന്ന് ഈ EMDR എന്ന് പറഞ്ഞൊരു തെറാപ്പി എമർജൻസിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ മാത്രം പഠിച്ചിട്ടുള്ളൂ, ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇഷ്യൂ ഇതാണ്, സ്റ്റഡി ഹോളിഡേയ്സ്, മോഡൽ എക്സാം എന്ന് പറയല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് 2 ബ്രദേഴ്സിൻ്റെ 2 കുട്ടികൾ, ക്ലാസ്മേറ്റ്സ്, 10ാം ക്ലാസ്സിൽ 15 വയസ്സുള്ള 2 പെൺകുട്ടികൾ പഠിക്കുന്നു. അതിലൊരാളുടെ അമ്മ വന്നിട്ട് TV സ്വിച്ച് വലിച്ച് ഇതാക്കുന്നു. അപ്പോൾ ഇവൾ പറയുന്നു, എന്നെ അമ്മ സ്നേഹിക്കണില്ല, മനസ്സിലാക്കണില്ലെന്ന് പറഞ്ഞ്. പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് എന്ന് വെച്ചാൽ മണ്ണെണ്ണയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് സ്വയമേ ഇല്ലാതാക്കണം ആ കുട്ടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കസിനാണ്. അപ്പോൾ അവളാണ് വെള്ളം കോരി ഒഴിക്കുന്നതും എടുക്കാൻ പോകുന്നതെല്ലാം. ഇവളെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എക്സാമാണ്. അപ്പോൾ ഒരു റീസെൻ്റ് ഇവൻ്റ് ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ തലച്ചോറ് ലോക്ക്ഡായി പോകും. ആ സമയത്ത് ശബ്ദം, മണം, മറ്റ് സെൻസറി ആക്ടിവേഷൻ എല്ലാം സ്റ്റക്കാവും, ഒരു ഫ്രോസൺ സ്റ്റേറ്റിലേക്ക് പോകും. ചില ആളുകൾക്ക് അത് പിന്നീട് ഒരു ഫാൻറ്റസി മൈൻഡായിട്ട് വർക്ക് ചെയ്ത് പിന്നീട് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ, സാധാരണ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സെഡേഷന് കൊടുക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല, ഫ്ലാഷസ് വരുന്നു, കത്തണത്, സ്കിന്നിൻ്റെ മണം. സോറി, ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറയണത്, ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടി വന്നിരിക്കുന്നുണ്ട്, നമുക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം തളർന്നു പോകും. എക്സാം എഴുതാൻ പറ്റില്ല, പാവപ്പെട്ട വീട്ടിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് മുറിയിൽ എന്നെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പളും. അപ്പോൾ ഈ കുട്ടിയും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓർത്തു. ഒരു ഐ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ണുകൾ ഓടിക്കുന്ന ഒരു REM സ്ലീപ്പിലേക്ക് വിട്ടാൽ, REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് 4 സൈക്കിളാണ് ഉറക്കത്തിലുള്ളത്. അപ്പോൾ വെളുപ്പിനുള്ള സ്ലീപ്പായിട്ട് ബന്ധപ്പെട്ട REM സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലീപ്പ് സമയത്തുണ്ടാകുന്ന ഒരു ആക്ടിവേഷനിലൂടെ ഒരു പക്ഷേ ഇത് സ്റ്റക്കായത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പെൻസിലെടുത്ത് ഞാൻ പറഞ്ഞു, ഇടത്തേക്ക് നോക്കൂ, വലത്തേക്ക് നോക്കൂ,
ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, മുഖമില്ല, ഇപ്പോൾ മണമൊക്കെ ക്ലിയർ ആയി. അല്ലെങ്കിൽ ആ നിമിഷം വരെ അയാൾക്ക് ആ കുട്ടിയുടെ മണ്ണുടെ സ്മെല്ല് എല്ലാം. ഇപ്പോൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, പരീക്ഷ എഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദർ ഇസ് ഓൾസോ ആൻ ഏരിയ വേർ കോൺഷ്യസ് മൈൻഡിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് എ ഗട്ട് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ എടുക്കില്ല. കാരണം നമ്മളുടെ ഒരു സർവൈവൽ നീഡാണ് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല. ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു 0 to 6 years നമ്മൾ പറയും ഒരു ചൈൽഡ്ഹുഡ് അമ്നീഷ്യ, കാരണം അവരതെല്ലാം ഓർത്ത് നിന്നാൽ പണിയായിരിക്കും. അപ്പോൾ അതുപോലെ ഒരു ട്രോമ നടക്കുമ്പോൾ, ട്രോമ എന്നാണ് നമ്മളിങ്ങനെ ഇൻസിഡൻസിന് പേര് കൊടുക്കുന്നത്, നടന്നു കഴിഞ്ഞാൽ അത് തലച്ചോറ് പ്രോസസ്സ് ആയിട്ട് എടുക്കില്ല. ഇറ്റ് വുഡ് ജസ്റ്റ് ഗെറ്റ് സെഡിമെൻറ്റഡ്. അപ്പോൾ ചില ആളുകൾക്ക് തൊട്ടാൽ ഉടനെ ഈർഷ്യ വരും, ചില സ്മെല്ല് കേൾക്കുമ്പോൾ തലകറക്കം വരുന്നു. അപ്പോൾ ഇതിനെല്ലാം പിന്നിലേക്ക് നോക്കുമ്പോൾ ദർ ഇസ് അറ്റ് ടൈംസ് ആൻ അബ്യൂസ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു ഭയപ്പെടുത്തിയ സംഭവം. അപ്പോൾ ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിയുടെയും അവരുടെ ഫ്രീഡത്തെ ബാധിക്കുകയാണ്. പിന്നെ സാധാരണ ഞാൻ ട്രോമ തെറാപ്പിയിലേക്ക് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററാണ് ഈ EMDR എന്ന് പറഞ്ഞ തെറാപ്പിയുടെ. അതുപോലെ കേരളത്തിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അവരുടെ ആ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കേരളത്തിൽ നമുക്കൊരു ട്രോമ തെറാപ്പി ഇൻ്റർവെൻഷൻ സ്റ്റൈൽ കൊണ്ടുവന്നു. അതെല്ലാത്തിനും കാരണം ഈ സ്കൂളിലേക്ക് ഞാൻ പോയതും അവിടെ പഠിച്ച പാഠത്തിലെ കാര്യം ചെയ്തതും പിന്നീട് അതിൻ്റെ പുറകെ പോയി. കാരണം അവിടെ എനിക്ക് മനസ്സിലായി ദൈവം ഒരുക്കുന്നത് ചിലപ്പോൾ ഈ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണ ഒരു രീതിയിലാണ്, ഇത് അൺകോൺഷ്യസ് മെറ്റീരിയലാണ്. എങ്ങനെയാണ് ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെയാണ് EMDR തെറാപ്പിയിലേക്ക് പോണതും. അതിൻ്റെ കൂടെ ആണ് രണ്ടാമത്തെ അനുഭവം വരുന്നത് ഏർലി മെൻ്റൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻസ്. ഫ്ലഡായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ലഹള, അപകടങ്ങൾ, ലാൻഡ് സ്ലൈഡ്സ്, ഇത് വരുമ്പോൾ ഒരു കളക്റ്റീവ് ട്രോമ ഉണ്ട്. അതിനെ നമ്മൾ അപ്പോൾ തന്നെ ഹീൽ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആവും. പിന്നീട് അവർക്ക് സൊമാറ്റിക് ഡിസോർഡേഴ്സും, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, മഴ വരുമ്പോൾ പുറത്തിറങ്ങുന്നില്ല, ഭയങ്ങളിൽ ജീവിക്കുന്ന ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സുവിശേഷത്തിലെ മറ്റൊരു ഭാഗം ഭയപ്പെടേണ്ട. അപ്പോൾ അവിടെയും നമുക്ക് ഒരു തെറാപ്പിസ്റ്റായിട്ട് അതുപോലെ ഗ്രൂപ്പ് തെറാപ്പികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങളാണ് എന്നെ കൂടുതൽ എനർജൈസ് ചെയ്യുന്നത് ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ. പക്ഷേ നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു ടെക്നിക്കൽ ടേമുകളൊക്കെ പറഞ്ഞതിൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നവരിൽ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ കിട്ടില്ലായിരിക്കും. പക്ഷേ അച്ഛനെ സമീപിക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. എത്തരത്തിലുള്ള ആൾക്കാർക്കാണ്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് അച്ഛൻ്റെ അടുത്ത് എത്താൻ സാധിക്കുന്നത്? ഇപ്പോൾ ഒന്ന് GAD എന്ന് പറയും, ജനറൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൈ വേർക്കുന്നു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വേർക്കുന്നു, വിറവൽ, വേറെ കുഴപ്പമൊന്നുമില്ല, പ്രിൻസിപ്പളിൻ്റെ മുറി കയറാൻ പോകുമ്പോൾ പറയാൻ പറ്റുന്നില്ല, ശബ്ദം വരുന്നില്ല, ആൻസൈറ്റീസ്, ഫോബിയ, ഭയങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻറ്റ് ഇല്ലായിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, ഇമോഷനായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ, ഫീലിങ്സ് ആണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ളവർക്കുള്ള തെറാപ്പീസാണ് ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ 2 ഡിസോർഡേഴ്സും, ബൈപ്പോളർ ഡിസോർഡർ ഉള്ളവരും അതുപോലെ സ്കിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡർ, നമ്മൾ പറയില്ലേ സംശയ രോഗികൾ, സംശയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് 21 വയസ്സിന് താഴെ അല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഹെൽപ്പ് വേണം. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം. പക്ഷേ കുറേയും കൂടി ഫാമിലി ഇൻവോൾവ് ചെയ്യുന്ന തെറാപ്പീസും ആണ് ചെയ്തു വരുന്നത്. അതൊരു ഇൻഡിവിജ്വലിനെക്കാട്ടി കൂടുതൽ ആ ഫാമിലി യൂണിറ്റ് അവരുടെ സഹായത്തോടെ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു സപ്പോർട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു കത്തോലിക്ക പുരോഹിതൻ ചെയ്യണ കാര്യങ്ങൾ. മനസ്സിൻ്റെ സങ്കീർണതകളിൽ യഥാർത്ഥമായ ദിശാബോധം നൽകുക എന്നത് ഏറെ വിലയേറിയ ദൗത്യമെന്ന് ഈ വൈദികൻ തിരിച്ചറിയുന്നു. കലുഷിതമായ ഈ ആധുനിക കുടുംബ സാഹചര്യങ്ങളിൽ ഈ സേവനം ഏറെ മഹത്വമേറിയതെന്നും ചിൽട്ടൻ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. അതെ, മനുഷ്യന്റെ കണ്ണീരൊപ്പുന്ന സഭാ ശുശ്രൂഷകൾക്ക് ഏറെ ഭംഗിയും സ്വീകാര്യതയും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നു എന്ന്
നാം ഇതിലൂടെ തിരിച്ചറിയുന്നു. ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അല്ലാത്തൊരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇത്രയും ഒത്തിരി കാര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഹൗ ഹാപ്പി യു ആർ? യാ, ഭയങ്കര ബ്ലോ ചോദ്യമായി പോയി. സ്പിരിച്വൽ ഫാദർ പറയണമെങ്കിൽ തുടങ്ങാം, ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ നിൽക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ലീവ് ചെയ്തേക്കണം, പെട്ടെന്ന് സ്കൂട്ടായിക്കോ എന്ന് പറയും നമ്മളുടെ ഇവിടുത്തെ ഭാഷയിൽ. എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മൾ മെൻ്റൽ ഹെൽത്ത് കാര്യത്തിൽ വളരെ പുറകിലാണ്. കേരളം ഇത്രയും ലിറ്ററസി ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും 2017 മെൻ്റൽ ഹെൽത്ത് ആക്ട് പോലും ഒരു സമിതി ഉണ്ടാക്കാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്, ഗവൺമെൻറ് സിസ്റ്റത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 21 ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും നോട്ടീസ് വന്നു. അപ്പോൾ നമുക്കൊരു വേദനയാണ്. പിന്നെ പല സെക്ടേഴ്സ് തമ്മിലുള്ളത്, ആരാണ് ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്, ആരാണ് അറിയപ്പെടാത്തത്, നമ്മളെന്താ നോക്കണം? മെൻ്റൽ ഹെൽത്ത് ഇസ് ഫോർ ഓൾ അല്ലേ? ഒരു ശുദ്ധമായ മനസ്സും ഒരു ബാലൻസ്ഡ് സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ഒരു ഹീലറാകാൻ സാധിക്കും. ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ വെച്ച് പറയും, ഐ എം എ വൂണ്ടഡ് ഹീലർ. നോവൻ്റെ പുസ്തകമാണ്, ഹെൻറി നോവൻ്റെ പുസ്തകമാണ്, വൂണ്ടഡ് ഹീലറാണ്. ഞാൻ വേദനകളിലൂടെ കടന്നുപോയി. ആ വേദനയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അതൊരു മധുരവും പുളിയുമുള്ള ഒരു സന്തോഷം. പക്ഷേ അച്ഛനായ വരെയുള്ളത് ഒരു ഡ്രീം, ഒരു സ്വപ്നലോകം, ഒരു ഹണിമൂൺ ടൈം. അതിനുശേഷമുള്ളത് പരീക്ഷണങ്ങളും പരീക്ഷപ്പെടലുകളും കുറവുകളും വേദനയിലും. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും, ഞങ്ങളവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയും, ഇതൊരു കോർപ്പറേഷൻ ജോലിയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഇങ്ങനെ ചകഞ്ഞ് അതിൽ ഒരു നന്മ കണ്ടെത്തുക, അവരെ ഹോൾഡ് ചെയ്യുക. ചലഞ്ചിങ് ആണ്, പക്ഷേ ദൈവം കൂടെ ഉണ്ടല്ലോ. എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയും, ഇന്നെനിക്ക് ചിലപ്പോൾ ഫീലില്ല, ഇന്ന് ചിലപ്പോൾ ഞാൻ ചലഞ്ച്ഡ് ആയിരിക്കും, ദേഷ്യമുണ്ട്, പക്ഷെ അത് പറയാൻ എനിക്കൊരാളുണ്ട്. വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും. അച്ഛാ, ഒരു വൈദികനാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്, യുവാക്കളുടെ അല്ലെങ്കിൽ യുവ വൈദികരുടെ ഒരു പ്രതിനിധിയാണ്, എല്ലാമാണ്. ഇതെല്ലാം ആയിക്കൊണ്ട് സാധാരണ മനുഷ്യനുമാണ്. ഇതെല്ലാം ആയിക്കൊണ്ട് ചോദ്യമാണ്, ഈ വ്യക്തിപരമായിട്ട് അച്ഛനെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? ഞാനിപ്പോഴും പോയി പറയണ കാര്യമാണ്, ഈശോ നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കും? എന്നെ ഇത്രയും അറിഞ്ഞുകൊണ്ട് വേറെ ആർക്കും പറ്റില്ല. കാരണം എന്നെ ഞാൻ അറിയുന്ന അത്രയും വേറെ ആർക്കും അറിയില്ല. പിന്നെ അറിയുന്ന ഈശോയ്ക്ക് മാത്രമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വൈദികനായതിന് ശേഷം ഒരു സ്ട്രഗിൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്ത് ഒരു സൂചന പോലെ, ഇഫ് യു തിങ്ക് ദാറ്റ് ഐ വോണ്ട് ടു ടേക്ക് ഒരു ബ്രേക്ക് എന്നുള്ള, എന്നെ ഇങ്ങനെ നോക്കി ഒരു മൗനം മാത്രം. ആൻഡ് ആ ഒരു സമയം കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം എന്നെ ഒരുക്കുകയാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, എൻ്റെ ആരംഭവും പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇടയ്ക്ക് നല്ല ഒരു ഹണിമൂൺ ടൈം ഉണ്ടെങ്കിലും ഞാൻ ലോകത്തിലാണ്. ലോകത്തിൻ്റെതായ പരീക്ഷണങ്ങളുണ്ടാവും, വീഴ്ചകളുണ്ടാവും, പക്ഷേ ഞാൻ തുറന്ന് മനസ്സോടെ റെഡിയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് യങ് ആയിട്ടുള്ള അച്ഛന്മാരുടെ അടുത്ത് പറയണ ഇതാണ്, ടേക്ക് കറേജ്. ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇരിക്കാം, ആദ്യം ഇൻവോൾവ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാം, ക്ലാസ്സുകൾ കൊടുത്തിരിക്കാം, പക്ഷേ ഐ എം റെഡി ടു ടേക്ക് ദറ്റ് ചലഞ്ച്. എന്തുവന്നാലും ഞാൻ ജീവിതം മാറ്റിവെച്ചു. ഒരു അല്പവും കൂടി ചലഞ്ച് എടുത്താൽ വീക്ക്നെസ് വരുന്നുണ്ട്, ചലഞ്ച്ഡ് ആവുന്നുണ്ട്. പക്ഷേ ചോദിച്ച ചോദ്യം, യേശു സ്നേഹം, ഞാൻ പറയണത് എങ്ങനെയാണ്, നീ അങ്ങോട്ട് സ്നേഹിച്ചോ എന്നെ? കാരണം എനിക്ക് പറ്റണില്ല, ചില ദിവസം പറ്റണില്ല. പ്രെയർ ബുക്കൊക്കെ തപ്പി നടക്കേണ്ട ദിവസങ്ങൾ ചിലപ്പോൾ വരും, ദേഷ്യം വരും, എന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന്. അപ്പോൾ പറയും, ജീസസ് പ്ലീസ് ലവ് മീ ബിക്കോസ് ഐ എം നോട്ട് ഏബിൾ ടു. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഒരു ബന്ധം വേണം എന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ഒരു ബന്ധം വേണം തോന്നുന്നു. അച്ഛാ, ഒരേ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രേ ഉള്ളൂ. അച്ഛനൊരു നീ പറഞ്ഞ പോലെ ലേറ്റ് വൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ്. 21-ാമത്തെ വയസ്സിൽ സെമിനാരിൽ ചേരുന്ന ഒരാളാണ്. അതായത് അത്യാവശ്യം ഒരു യൂത്തിൻ്റെതായ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന ഒരാളാണ്. ഒരുപാട് കത്തോലിക്ക യുവാക്കൾ അച്ഛനെ ഇപ്പോൾ കേൾക്കുമ്പോൾ, ഇന്നിൻ്റെ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന അച്ഛനെ ഇപ്പോൾ കേൾക്കുമ്പോൾ, ഈശോയെ അനുഭവിച്ചൊരു വൈദികൻ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്?
ഭയപ്പെടേണ്ട. ഇഫ് യു ഹാവ് എ കോൾ, നിങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ അച്ഛനാണോന്നും പറഞ്ഞല്ല ജേണി ആരംഭിക്കുന്നത്. ഏറ്റവും ട്രൂത്തിൻ്റെ അടുത്ത് നിൽക്കണം, ഹാപ്പിനെസ് അറിയണം, അതിൻ്റെ ഭാഗത്തിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ഫോർ മീ. സോ ബീങ് ക്ലോസ് ടു ജീസസ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഭയപ്പെടണം? എന്ത് നിങ്ങളായിത്തീരുന്നതിനേക്കാൾ നിങ്ങളുടെ ഇന്നത്തെ ഈ സമയം, ഇത് എനിക്ക് മീറ്റിംഗ് എ പേഴ്സൺ ഇൻ ജീസസ്. വാട്ട് എൽസ് ഇസ് ഓഫ് നോ മാറ്റർ. വാട്ട് എൽസ് ഇസ് നോ മാറ്റർ. ഇറ്റ് ഇസ് ലൈക്ക് ഒരു കമിതാക്കളൊക്കെ കടൽ തീരത്തിരിക്കില്ല, കണ്ണും കണ്ണും നോക്കി. നിങ്ങൾ 100 പേര് അതിൽ കൂടി പോയാലും കപ്പലിൻ്റെ വിറ്റ് കിടന്നാലും ഒരു ഇഷ്യയില്ല. നിങ്ങൾ കണ്ണും കണ്ണും നോക്കി നിൽക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെ നന്മകൾ വരുന്നു വരട്ടെ, തകർച്ചകൾ വരുന്നു വരട്ടെ. ഇതൊക്കെ എൻ്റെ കൺട്രോളിലില്ലാത്ത കാര്യം. എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യം ഇതാണ്, ഐ ഹാവ് മെറ്റ് എ പേഴ്സൺ. അതിനൊരു ഫേസ് ഉണ്ട്, ഒരാളാണ്, ഞാൻ അറിഞ്ഞതാണ്. എനിക്ക് എത്ര വീഴ്ചകളുണ്ടായാലും ബോധം പോയാലും പാപത്തിൽ വീണാലും എനിക്കറിയാം ഇതാണ് വഴി, ഇതാണ് സത്യം. അപ്പോൾ ഭയപ്പെടേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ടേക്ക് ചലഞ്ചസ്. എന്ത് നോക്കാൻ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ടേക്ക് ഇറ്റ്. ഇന്നിൻ്റെ ലോകത്തെ യുവാക്കളോട് ഇന്നിൻ്റെ ലോകത്തിലെ വൈദികം പറയുന്ന ഒരേ ഒരു വാക്ക് അത് ഭയപ്പെടേണ്ട എന്നാണ്. അച്ഛാ, ഒരുപാട് സന്തോഷമാണ് അച്ഛനോട് കൂടെ ചെലവഴിച്ച ഈ സമയം. വളരെ തീക്ഷ്ണതയോടെ, വളരെ സന്തോഷത്തോടെ, ചുറുചുറുക്കോടെ അച്ഛൻ കാര്യങ്ങൾ പങ്കുവച്ചു. അച്ഛൻ്റെ വൈദികൻ എന്ന ജീവിതത്തിലെ ആ ശുശ്രൂഷ മേഖലയിലും സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലുള്ള ശുശ്രൂഷ മേഖലയിലും ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് നന്മ പകരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നേരുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അച്ഛാ, വീണ്ടും കാണുന്നവരെ താങ്ക് യു. താങ്ക് യു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.